ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗ്ലാംഗോഡ് സിന്ധുജ. സോ ഇന്ന് നമ്മളൊരു കല്യാണത്തിന് വന്നേക്കുവാണ്. ഗിഫ്റ്റൊക്കെ ആയിട്ട് ഞാൻ പോകുമ്പോൾ ബാക്കി വിശേഷം കാണിച്ചു തരാം. ഇതാ അങ്ങനെ ഗോഡസ് ഗിഫ്റ്റൊക്കെ പിടിച്ച് നമ്മുടെ ഡാൻസ് സ്കൂളിലൊരു കുട്ടിയുടെ ചേട്ടത്തിയുടെയാണ്, അതിൻ്റെ അനിയത്തിയുടെ സൈഡിൽ നിന്നാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ഭാഗത്ത് വരിട്ട് ബാക്കി വിശേഷം കാണിക്കാം. വെൽക്കം ടു മൈ മാരേജ് അറ്റൻഡിംഗ് വ്ലോഗ്. ആക്ച്വലി വെൽക്കം ടു സിന്ധുജാസ് ഡെയിലി ഡാൻസ് എന്നാണ് വരേണ്ടത്. നേരത്തെ എടുത്തൊരു വീഡിയോ ഫെബ്രുവരിയിൽ ഞാൻ ഇപ്പോൾ ഇട്ടത് കൊണ്ടാണ് പഴയ ചാനലിലേയും വരുന്നത്. ഞാൻ വെരി സോറി അബൌട്ട് ഇറ്റ്. അങ്ങനെ നമ്മൾ മൗണ്ട് കാർമൽ കൺവെൻഷൻ സെൻറ്റർ വഴുതക്കാടാണ്. ആ അമ്മുവിൻ്റെ ചേച്ചിയും ചേട്ടനും നിൽക്കുന്നു കല്യാണം. എങ്ങനെയുണ്ട് നിങ്ങളുടെ സിന്ധുജയുടെ ലുക്ക്? കിടു അല്ലേ? ഇത് സിന്ധുജാസ് സാരി ഫാൻസി സ്റ്റുഡിയോ എൻ്റെ തന്നെ ഇറക്കുമതി സാരിയാണ്, ബനാറസി സാരി. ഈ സാരിയുടെ ഡീറ്റെയിൽസ് റേറ്റൊക്കെ അറിയാൻ എൻ്റെ ഇൻസ്റ്റാ പേജ് സിന്ധുജാസ് സാരി ഫാൻസി സ്റ്റുഡിയോ ഫോളോ ചെയ്യണേ. ഓക്കെ. അങ്ങനെ നമ്മൾ മണ്ഡപത്തിൽ കയറി പെണ്ണിനെയും ചെറുക്കനെയും കണ്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അങ്ങനെ ഞാൻ അമ്മുവിൻ്റെ ചേച്ചിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഇതാണ് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഭാഗം. സോ അത് ഞാനൊരു ഫോട്ടോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഗിഫ്റ്റിൻ്റെ കൊടുത്തതല്ല, ഗിഫ്റ്റ് കയ്യിൽ വെച്ചിരുന്നതും കാര്യങ്ങളും. സോ ആക്ച്വലി ഒരു ഡ്രസ്സാണ് ഞാൻ കൊടുത്തൊരു അടിപൊളി ചുരിദാർ മെറ്റീരിയൽ. ഇനി നമുക്ക് ഞം സദ്യ കഴിക്കാൻ പോവാം. ലിഫ്റ്റ് ലിഫ്റ്റ് ഓപ്പൺ ആവട്ടെ. കുൽജാ സിംസിൽ ഓപ്പണായി. അങ്ങനെ ഫസ്റ്റോ സെക്കൻഡ് ഫ്ലോറിലാണ്, ഞാൻ ഓർക്കുന്നില്ല. ഫെബ്രുവരി 8-ാം തീയതിക്ക് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയ കല്യാണമാണ്. പിന്നെ വ്ളോഗ് ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ഫസ്റ്റിലോ സെക്കൻഡ് ഫ്ലോറിലാണ് അവരുടെ ഡൈനിങ് ഹോൾ, വരും അങ്ങോട്ട് പോകാം. സോ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു സെക്കൻഡ് ഫ്ലോറിലാണ് ഡൈനിങ്. പിന്നെ എൻ്റെ മാല എവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ട് ഒരു ചെയിനിന് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ഹാളിലെത്തി. എൻ്റെ ഔട്ടർ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇനി സിന്ധുജ അകത്തേക്ക് പോകും. ആക്ച്വലി ഞാനൊരു ചോക്കർ ചെയിനായിരുന്നു ഇട്ടിരുന്നത് കഴുത്തിൽ, അതെവിടെയോ മിസ്സായിപ്പോയി. ഇനി നോക്കിക്കോ, അതാണ് കഴുത്തൊഴിച്ച് കിടക്കുന്നത്. നമ്മൾ സദ്യയുടെ ഇലയിലെത്തി. ഫ്രൈസ്, പപ്പടം, പിന്നെ എന്തോന്നാണ്, ചിപ്സ്, ശർക്കര വരട്ടി, പിന്നെ പഴം, ചോറ്, കഴിപ്പ് കൂട്ടിയിട്ട് കുറേ കറികളുണ്ട്. ആക്ച്വലി എനിക്ക് ഇത് കഴിഞ്ഞ് ബിസിയായിരുന്നു. ഞാൻ 8-ാം തീയതി എനിക്കിൻ്റെ ഡാൻസ് പ്രാക്ടീസ് പെരുന്നാൾക്ക് ഇവിടെയൊക്കെ പോകണം. സോ എനിക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല. പേയാടിൽ ഏതോ കാറ്ററിംഗുകാരായിരുന്നു. ഫുഡൊക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മൾ സദ്യ കഴിക്കുമ്പോൾ അത്യാവശ്യം സമയം എടുത്ത് കഴിക്കണം. പെട്ടെന്ന് ഈ കറികളൊക്കെ വാരി കൂട്ടി തിന്നുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വൈബില്ല തിന്നുന്നത്. സോ എനിക്ക് സമയമില്ലായിരുന്നു. രാവിലെ ഞാൻ തിരക്കായിരുന്നു. പിന്നെ കുട്ടി വിളിച്ചു. നമ്മുടെ അനിയത്തിയുടെ ഒക്കെ പ്രായമുള്ള ഒരു കുട്ടി കൂട്ടത്തിൽ പഠിക്കുന്ന അങ്ങനെയുള്ള ഇതിലൊക്കെ വന്നപ്പോൾ ജസ്റ്റ് പോയി അറ്റൻഡ് ചെയ്തു. സോ അതും ഒരു ധൃതിയിലായിരുന്നു. അങ്ങനെ സാമ്പാർ വന്നു, അത് വെച്ചും കഴിച്ചു. അടുത്ത പായസം വന്നു, അതിലടുത്ത് പഴവിട്ട് ഞങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ധൃതിയിലായിരുന്നു. ഒരു എൻജോയ്മെൻറ്റ് ഇല്ല കഴിഞ്ഞാൽ. പിന്നെ എന്തോന്നാ, ആ കുട്ടി എനിക്കാണ് ഡാൻസ് ക്ലാസ് കൊടുത്ത് കുറി തന്നെ. അപ്പോൾ എനിക്കതിൽ സന്തോഷം തോന്നി. ഞാൻ എത്ര തിരക്കാണെങ്കിലും പോകണമെന്ന് കഴിച്ചു. എത്തിപ്പെട്ടു. അടുത്ത പായസം എത്തി, ഗോതമ്പ് പായസം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പായസം നമ്മൾ മിസ് ചെയ്യൂലല്ലോ എത്ര തിരക്കിലാണേലും. പിന്നെ ബോളി സേമിയ അതും കഴിച്ചു. പിന്നെ ഞാൻ പുളിശ്ശേരി ഒന്നും നിന്നില്ല, കാരണം വെച്ചാൽ എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ഞാൻ 2 ഇതിനകത്ത് ഇരിക്കുവാണ്. എനിക്ക് 2:30 ആകുമ്പോൾ എനിക്കൊരു ഭരതനാട്യത്തിൻ്റെ പ്രാക്ടീസിന് പോകാനുള്ളതാണ്. സോ അങ്ങനെ ഞാൻ പെട്ടെന്ന് കഴിച്ചു. അത് ബാക്കി കറികളൊന്നും കാണിക്കാണ്ട് ഞാൻ ഷടയിൽ പോവുകയാണ്. സോ സിന്ധുജാസ് ഡെയിലി ഡാൻസ് എൻ്റെ ഈ ചാനലിൽ എൻ്റെ ഈ മിനി മാരേജ് അറ്റൻഡിങ് അനിയത്തീസ് മിനി മാരേജ് അറ്റൻഡിങ് വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വ്ലോഗുമായി കാണാം. അതുവരെ യു ഗൈസ് ടേക്ക് കെയർ, സ്റ്റേ സേഫ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. In the end, I will be putting the photo of that girl who invited me for the marriage. അപ്പം അവസാനം ഒരു ബ്ലോഗ് കാണുക, സ്കിപ്പ് അത് അവസാനം ഞാൻ ആ ഫോട്ടോ അറ്റാച്ച് ചെയ്ത് വെക്കും. അതായത് ഏത് കുട്ടിയാണോ എന്നെ കല്യാണത്തിന് ആദ്യമായിട്ട് ഇൻവൈറ്റ് ചെയ്തത് ആ കുട്ടിയും പിന്നെ ഞാൻ ഗിഫ്റ്റ് പിടിച്ചതിൻ്റെ ഒരു ഫോട്ടോ കാണും. സോ അവസാനം വരെ വെയിറ്റ് ചെയ്യുക. ഇത് എൻ്റെ ഫ്രണ്ടിലത്തെ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. മൗണ്ട് കാർമൽ കൺവെൻഷൻ സെൻറ്റർ വഴുതക്കാട് കോട്ടൺ സ്കൂളിൻ്റെ ഓപ്പോസിറ്റാണ് ഇരിക്കുന്നത്. അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഡെക്കോറും കാര്യങ്ങളുമാണ്. പിന്നെ അപ്പുറത്ത് ഇപ്പോൾ ഒരു സാരി ഇട്ട് പോയ ഒരു ചേച്ചിയെ കണ്ടില്ല. അവർ അവസാനം എൻ്റെ അടുത്ത് അവരുടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ ഹെൽപ്പ് ചോദിച്ചു. പാവങ്ങളെ, കാരണം കുഞ്ഞൊക്കെ കൊണ്ട് അവർക്ക് സ്റ്റാൻഡ് വെച്ച് നമുക്കറിയാം ഒറ്റയ്ക്ക് അവരുടെ ബുദ്ധിമുട്ട്. പിന്നെ ഞാനത് എടുത്തു കൊടുത്തു. പുറത്ത് വന്നപ്പോൾ അമ്മൂൻ്റെ ചേച്ചിയുടെയും ചേട്ടൻ്റെയും അത് കല്യാണം കഴിഞ്ഞ വ്യക്തികളുടെ പടം ഉണ്ടായിരുന്നു. ഇതാണ് എന്നെ കല്യാണത്തിന് വിളിച്ച അമ്മൂൻ്റെ ചേട്ടത്തിയുടെ കല്യാണത്തിനാണ് വന്നത്. അമ്മു അത്യാവശ്യം നല്ലൊരു ഡാൻസറാണ് കേട്ടോ. പിന്നെ കുച്ചിപ്പുടി, ഭരതനാട്യമൊക്കെ. ഇത് എൻ്റെ കുറേ മെമ്മറീസ് ഓഫ് 8th സിസ്റ്റേഴ്സ് സിസീസ് മാരേജ് അറ്റൻഡിങ് വ്ലോഗ്. സദ്യയുടെ ഫോട്ടോ, ഇതൊക്കെ ഒരു മെമ്മറിയാണ്. നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. വ്ളോഗേഴ്സിൻ്റെ ഒരു ഗുണം അതാണ്. നമ്മളെല്ലാം എല്ലാ പേഴ്സണൽ മൊമെൻറ്റ്സും ക്യാപ്ചർ ചെയ്ത് വയ്ക്കും. സോ
കിടുവല്ലേ നിങ്ങളുടെ പഴയ ഗ്ലാം കോഡ് സിന്ധുജ, പുതിയ സിന്ധുജാസ് ഡെയിലി ഡാൻസിങ് ചാനലിൻ്റെ ഉടമ, പിന്നെ ഗണേഷിൻ്റെ ഒരു ഇത്. സോ നിങ്ങൾ ഉടനീളം എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. സോ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോസൊക്കെ ഇട്ടു. എൻ്റെ വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനലിൻ്റെ ഗ്രോത്തിന് സഹായിക്കുന്ന എല്ലാവരെയും വളരെയധികം നന്ദി പറയുന്നു. സോ അടുത്ത വ്ളോഗ് ഉടനെ വരും. അതൊരു വാലൻറ്റൈൻസ് ഡേയുടെ ഒരു വ്ളോഗായിരിക്കും. അതിൻ്റെ ഒരു മെമ്മറീസ് പോലെ അറിയാം. ഫെബ്രുവരി 14 അത് കഴിഞ്ഞു. ആ ഡേ ഞാൻ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു, എന്തിനായിരുന്നു എന്നുള്ളതൊക്കെ വരും. സോ സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു, ബൈ.